അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, തഹ്ഫീദുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ 20ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തു ത്വാരിഖിലെ ആദ്യ 4 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്താരിഖ്. വമാ അദ്റാക മത്താരിഖ്. അന്നജ്മുസ് സാഖിബ്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. ഇനി നമുക്കതിലെ ആദ്യ 3 വചനങ്ങളുടെ അർത്ഥം നോക്കാം. വസ്സമാഇ വത്താരിഖ്, ആകാശം തന്നെയാണ്, രാത്രിയിൽ വരുന്നത് തന്നെയാണ് സത്യം. വസ്സമാഇ എന്ന് പറഞ്ഞാൽ ആകാശം തന്നെയാണ് സത്യം. ആ ഒരു സത്യം എന്ന അർത്ഥം കിട്ടുന്നത് വാവിൽ നിന്നാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയതാണ്. വത്താരിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വരുന്നവ തന്നെയാണ് സത്യം. രാത്രിയിൽ വരുന്നതിനെയാണ് ത്വാരിഖ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വന്ന് മുട്ടുന്നതിനെയും ത്വാരിഖി എന്ന പദം കൊണ്ട് അർത്ഥമാക്കാറുണ്ട്. രണ്ടാമത്തെ വചനം വമാ അദ്റാക മത്താരിഖ്. രാത്രിയിൽ വരുന്നത് അല്ലെങ്കിൽ ത്വാരിഖ് എന്നാൽ എന്താണെന്ന് പ്രവാചകരെ താങ്കൾക്കറിയാമോ? വമാ അദ്റാക, താങ്കൾക്കറിയാമോ അല്ലെങ്കിൽ താങ്കൾക്ക് എന്തറിയാം? മത്താരിഖ്, രാത്രി കടന്നു വരുന്നത് എന്താണ്? അഥവാ രാത്രി വരുന്ന ഈ ത്വാരിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് താങ്കൾക്കറിയാമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം എന്നാണ് ചോദിച്ചത്. മൂന്നാമത്തെ വചനം അതെന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ വിശദീകരിക്കുകയാണ്. അത് അന്നജ്മുസ് സാഖിബ്, അത് തുളച്ചു ചെല്ലുന്ന നക്ഷത്രമാകുന്നു. അന്നജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. അസ്സാഖിബ്, തുളച്ചു ചെല്ലുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രകാശപൂരിതമായത്, ശോഭയേറിയത് എന്നർത്ഥമാണ്. ഇനി നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ആദ്യമായി ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ അധ്യായത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ചിലത് വായിക്കാം. ആദ്യമായി അദ്ദേഹം പറയുന്നത് വഹിയ മക്കിയത്ത്, സൂറത്തു ത്വാരിഖ് മക്കിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്യുന്നതിന്റെ മുമ്പ് മക്കയിൽ അവതീർണമായ അധ്യായങ്ങളിൽപ്പെട്ടതാണ് സൂറത്തു ത്വാരിഖ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഇമാം നസായി റഹിമഹുല്ലാഹ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, സല്ല മുആദുൻ അൽ മഗ്രിബ. മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മഗ്രിബ് നമസ്കരിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഫഖറ അൽ ബഖറത വൻ നിസാ, സൂറത്തുൽ ബഖറയിൽ നിന്നും സൂറത്തുൽ നിസായിൽ നിന്നുമൊക്കെ അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. ദീർഘമായി അദ്ദേഹം ഓതുകയാണ്. ആ സന്ദർഭത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വിവരം അറിയിക്കുകയും അങ്ങനെ പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അഫത്താനുൻ യാ മുആദ്, അല്ലയോ മുആദേ, താങ്കൾ ഫിത്ന ഉണ്ടാക്കുകയാണോ, പ്രശ്നം ഉണ്ടാക്കുകയാണോ? മാ കാന യക്ഫീക അൻ തഖറ ബിസ്സമാഇ വത്താരിഖ്, താങ്കൾക്ക് മഗ്രിബിന്റെ സന്ദർഭത്തിൽ സൂറത്തു ത്വാരിഖും അതേപോലെ തന്നെ വശംസി വദുഹാഹ തുടങ്ങിയുള്ള സൂറത്തുകൾ ഓതിയാൽ പോരെ, വനഹ്വഹാദ അത്തരത്തിലുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്താൽ പോരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഗ്രിബ് നമസ്കാരങ്ങളിൽ സൂറത്തു ത്വാരിഖിനെ പോലെയുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്താൽ മതി എന്നുള്ളത് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ അധ്യായത്തിലുള്ള ഖസമിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. ദീർഘമായത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പിന്നെ ഈ അധ്യായത്തിൽ പുതിയതായി വന്നിട്ടുള്ളത് സാഖിബ് എന്ന ആ ഒരു പദമാണ്. സാഖിബ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് നൽകിയിട്ടുള്ള വിശദീകരണം അൽ മുദീ, പ്രകാശം പരത്തുന്നത് അല്ലെങ്കിൽ നല്ല തെളിമ നൽകുന്നത് എന്നൊരർത്ഥമാണ് അതിനുള്ളത്. തുളച്ചു കയറുന്ന പ്രകാശം, ആ ഒരർത്ഥമാണ് അതിന് നൽകുക. ഇമാം സുദ്ദി റഹ്മഹുല്ല പറയുന്നത് യസ്ഖുബു ശയാത്തീൻ ഇദാ ഉർസില അലൈഹ, പിശാചുക്കളെ എറിഞ്ഞാട്ടുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ച ആ ഒരു നക്ഷത്രങ്ങളെ ആയിരിക്കാം അല്ലാഹു അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്നാണ്. യക്കരിമ റഹ്മഹുല്ല പറയുന്നത് ഹുവ മുദീഉൻ വ മുഹ്ലികുൻ ലിശയാത്തീൻ, അത് കത്തിജ്വലിക്കുന്ന പ്രകാശമാണ്, അതേപോലെ തന്നെ പിശാചിനെ കരിച്ചു കളയുന്ന രീതിയിലുള്ള പ്രകാശമാണ് എന്നുള്ളതാണ്. ഇനി ശേഷം ഇമാം തബരി റഹ്മഹുല്ല നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ നിന്ന് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, അഖ്സമ റബ്ബുനാ ബിസ്സമാഇ വബിത്താരിഖി അല്ലദീ യത്റകു ലൈലൻ മിനൻ നുജൂമിൽ മുദീഅ വയഖ്ഫാ നഹാറൻ വകുല്ലമാ ജാഅ ലൈലൻ ഫഖദ് തറക. അഥവാ ഇവിടെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല രാത്രിയിൽ വരുന്നത് എന്ന് പ്രയോഗിച്ചതിന്റെ അർത്ഥം അതെന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ മാത്രമാണത് പ്രകടമാകുന്നത്
പകലിൽ അത് ഗോപ്യമാകുന്നുണ്ട് എന്ന കാരണത്താലാണ് അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി സ്വാഭാവികമായും അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ സംബന്ധിച്ച് സത്യം ചെയ്ത് പറയുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്നും ധാരാളം ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ്. ശേഷമുള്ള വചനത്തിലൂടെ അല്ലാഹു പ്രവാചകരോടായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക മത്വാരിഖ്, അഥവാ വമാ അശ്ഉറുക യാ മുഹമ്മദ് മത്വാരിഖ് അല്ലദീ അഖ്സംതു ബിഹി, ഞാൻ സത്യം ചെയ്ത് പറഞ്ഞ ആ ഒരു ത്വാരിഖ്, അതിനെ സംബന്ധിച്ച് പ്രവാചകരെ താങ്കൾക്ക് എന്താണ് അറിവുള്ളത്? സുമ്മ ബയ്യന ദാലിക ജല്ല സനാഉ, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല അത് വിശദീകരിച്ചു കൊടുക്കുന്നു. ഹുവ നജ്മുസ് സാഖിബ്, അത് നജ്മുസ് സാഖിബാണ്. യതവഖദു ദിയാഉഹു വയതവഹജ്, വെട്ടിത്തിളങ്ങുന്ന പ്രകാശമുള്ള നക്ഷത്രമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത് എന്നാണ്. നോക്കാം, നമുക്ക് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹി നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ നോക്കാം. ഫഹുനാ യഖ്സിമുല്ലാഹു തആല ബിസ്സമാഇ വസ്സമാഉ കുല്ലുഹാ മാ അലാക്, ഇവിടെ അസ്സമാ ആകാശം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ ആകാശം എന്നുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് കുല്ലു മാ അലാക്, നിന്റെ മുകളിലുള്ളതെല്ലാം ആകാശമാണ്. അത് ഹത്ത സഹാബ് അല്ലദീ യൻസിലു മിൻഹുൽ മത്ർ യുസമ്മാ സമാഅൻ, അഥവാ മേഘങ്ങൾ വരെ, മഴ നൽകുന്ന മേഘങ്ങൾ പോലും ആകാശമായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. സമാ എന്ന് ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ ഉപരിതലം എന്നൊരു അർത്ഥമാണ് അതിന് നൽകപ്പെടുക, അല്ലെങ്കിൽ മുകൾ ഭാഗം എന്ന്. അതായത് അങ്ങനെ പറയാനുള്ള കാരണം, മഴ നൽകുന്ന മേഘങ്ങൾ പോലും സമാ ആണ് എന്ന് പറയാനുള്ള കാരണം സൂറത്തുൽ റഅദിലെ 17-ാമത്തെ വചനം ആസ്പദമാക്കിക്കൊണ്ടാണ്. അൻസല മിനസ് സമാഇ മാഅൻ ഫസാലത് ഔദിയത്തുൻ ബിഖദരിഹാ, അഥവാ ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വെള്ളം ഇറക്കി തന്നു എന്ന് പറഞ്ഞപ്പോൾ മേഘങ്ങളിൽ നിന്നും വെള്ളം ഇറക്കുമ്പോൾ അതിനെ സമാ ആയിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിഗണിച്ചിട്ടുള്ളത് എന്ന കാരണത്താൽ. അപ്പൊ കുല്ലു മാ അലാക ഫഹുവ സമാഉൻ, നിന്റെ മുകളിലുള്ളതെല്ലാം ആകാശമാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ആകാശത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് പറയുകയാണ്. രണ്ടാമത് പറഞ്ഞത് വത്താരിഖ്, താരിഖിനെ സംബന്ധിച്ച് അല്ലാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട്. താരിഖ് എന്ന് പറഞ്ഞാൽ ഫഹുവ ഖസമുൻ സാനി, രണ്ടാമത്തെ ഖസമാണ്. അത് എന്താണെന്ന് വെച്ചാൽ ലൈസ താരിഖു അല്ലദീ യത്റുകു അഹ്ലഹു ലൈലൻ, താരിഖ് എന്ന് ഭാഷാപരമായി അർത്ഥം നോക്കുകയാണെങ്കിൽ മുട്ടുന്നത് എന്നാണ് അർത്ഥം. ഈ കഥകൊക്കെ മുട്ടുന്നതിനെ താരിഖ് എന്നാണ് പറയാറുള്ളത്. തുറക്തു, ഞാൻ മുട്ടി, ഞാൻ കവാടം മുട്ടി എന്ന അർത്ഥം അതിന് വരാറുണ്ട്. അതാണ് പൊതുവെ അറബികൾ ഉപയോഗിക്കാറുള്ള ആ ഒരു അർത്ഥം. അപ്പോൾ അത്തരത്തിൽ കഥക് രാത്രി മുട്ടുന്ന അതിനെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്ന ആശയത്തിലാണ് താരിഖ് എന്ന ഒരു പദം അള്ളാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. അത് വ്യക്തമാക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം ശേഷമുള്ള വചനത്തിൽ അന്നജ്മുസ് സാഖിബ് എന്ന് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു അഅലം. ഇനി ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹി അതിന് നൽകിയിട്ടുള്ള വിശദീകരണം നോക്കാം. അന്നജ്മുസ് സാഖിബ് എന്നതുകൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്ന 3 ഉദ്ദേശങ്ങൾ അവിടെ നൽകുന്നുണ്ട്. ഒന്നാമത്തേത് അന്നഹു സുഹൽ, അത് സുഹൽ എന്ന് പറയുന്ന നക്ഷത്രമാണ് എന്നാണ്. ഇബ്നു അബ്ബാസും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുമാ ഒക്കെ ആ ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേത് അന്നഹു അസ്സുരയ്യ, അത് സുരയ്യ എന്ന നക്ഷത്രമാണ് എന്നാണ്. അതാണ് ഇബ്നു സയ്യിദ് റഹ്മഹുല്ലാ നൽകിയിട്ടുള്ള അഭിപ്രായം. മൂന്നാമത്തേത് അന്നഹു ഇസ്മു ജിൻസിൻ, ആ ഒരു വർഗത്തിന്റെ മൊത്തത്തിലുള്ള പേരായിക്കൊണ്ടാണ് അള്ളാഹു അത് ആ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രവും അതിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന ആശയമാണ് അലി ബിൻ അഹ്മദ് അന്നൈസാബൂരി റഹ്മഹുല്ലാ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്രകാരം ഇന്ന നക്ഷത്രത്തിനാണ് അത് അള്ളാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വകുപ്പില്ല എന്ന കാരണത്താൽ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹു സുബ്ഹാനഹു തആല നജ്ം എന്ന് പൊതുവായ രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന കാരണത്താൽ ഏത് നക്ഷത്രവും ആയിരിക്കാം എന്ന ആശയമായിരിക്കും കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ അനുകൂലമായിട്ടുള്ളത്. അല്ലാഹു തആല അലം. ഇനി നമുക്ക് 4-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൽ, തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടായിക്കൊണ്ടല്ലാതെ യാതൊരാളും തന്നെ ഇല്ല എന്നാണ്. ഇൻ കുല്ലു നഫ്സിൻ, ഏതൊരു ദേഹവും ഇല്ല അല്ലെങ്കിൽ ഒരാളും ഇല്ല. ലമ്മ അലൈഹ, അതിന്റെ മേൽ ഇല്ലാതെ. ഹാഫിലുൻ, ഒരു സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ ഒരു മേൽനോട്ടക്കാരൻ. അപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും അവന്റെ മേൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സൂക്ഷിപ്പുകാരൻ എപ്പോഴും അവന്റെ മേൽ ഉണ്ടായിരിക്കും എന്നതാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൽ എന്ന് പറഞ്ഞാൽ കുല്ലു നഫ്സിൻ അലൈഹ മിനല്ലാഹി ഹാഫിലുൻ യഹ്റുസുഹാ മിനൽ ആഫാത്ത്, അഥവാ ഏതൊരു സന്ദർഭത്തിലും ഏതൊരു മനുഷ്യന്റെ മേലും ഒരു സൂക്ഷിപ്പുകാരൻ ഉണ്ടായിരിക്കും. അവനെ സംരക്ഷിക്കുവാനുള്ളൊരു മലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ്. അപ്പൊ എപ്പോഴും അവനെ സംരക്ഷിക്കുവാൻ
ഒരു മലക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മലക്ക് യഹ്റുസുഹാ മിനൽ ആഫാത്ത്, അവന് വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും അത് അവനെ തടഞ്ഞു നിർത്തും എന്നതാണ്. അതിനെ സംബന്ധിച്ചാണ് സൂറത്തു റഅദിലെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അഥവാ മനുഷ്യന് അവന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ ഉണ്ട് എന്നതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം മനുഷ്യന് വേണ്ടി മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇനി ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ നിന്ന് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, ഖാലൽ മുഫസ്സിറൂൻ, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, തഫ്സീർ ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മാ മിൻ നഫ്സിൻ ഇല്ലാ അലൈഹാ ഹാഫിദ്. അഥവാ അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹാഫിദ് ഉണ്ടായിരിക്കും, സംരക്ഷകൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാമാണ്. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത്, അന്നഹുൽ ഹഫളതു മിനൽ മലായിക, മലക്കുകളിൽ നിന്നും ഒരു കൂട്ടം ഹാഫിദീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും ഇമാം ഖതാദയും എല്ലാം ആ രീതിയിലാണ് അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. അവർ പറയുകയാണ്, യഹ്ഫളൂന അലൽ ഇൻസാനി അമലഹു മിൻ ഖൈരിൻ ഔ ശർരി. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം പഠിച്ചതുപോലെ മനുഷ്യനിൽ നിന്നും സംഭവിച്ചു പോകുന്ന പ്രവർത്തികളോ സംസാരങ്ങളോ എന്തുമാകട്ടെ, അത് നന്മയായാലും തിന്മയായാലും എല്ലാം രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുന്ന ആ രീതിയിലുള്ളൊരു സൂക്ഷിപ്പുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും ഈ മനുഷ്യർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തേത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിച്ച രീതിയിൽ, ഹാഫിദുൻ യഹ്ഫദുൽ ഇൻസാന ഹത്താ ഹീന യുസല്ലിമുഹു ഇലൽ മഖാദിർ, മനുഷ്യന് സംഭവിച്ചേക്കാവുന്ന ചില ആപത്തുകളിൽ നിന്നും തടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും ഒരു വിഭാഗത്തെ മനുഷ്യർക്ക് വേണ്ടി ഏൽപ്പിച്ചു നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലും നമുക്ക് ആ ഒരു ആശയത്തെ, ആ ഒരു വചനത്തെ നമുക്ക് മനസ്സിലാക്കാം എന്നതാണ്. അവസാനമായി നമുക്ക് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ വിശദീകരണത്തിൽ നിന്ന് വായിക്കാം. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹാ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭാഷാപരമായുള്ള ചില ചർച്ചകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ഇൻ എന്നുള്ളത് അതിന്റെ അർത്ഥം നാഫിയ, അത് നാഫി ആയിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അഥവാ മാ കുല്ലു നഫ്സിൻ, ഒരു മനുഷ്യനും ഇല്ല എന്ന അർത്ഥമാണ് അവിടെയുള്ളത്. പൊതുവെ ഇൻ എന്ന പദത്തിന് ആണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നൊരർത്ഥമാണ് വരാറുള്ളത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇതേപോലെ നാഫി ആയിക്കൊണ്ട് ഇല്ല എന്ന അർത്ഥം നൽകപ്പെടാറുണ്ട് എന്നതാണ്. അത്തരത്തിലാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇൻകുല്ലു നഫ്സിൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ല, അല്ലെങ്കിൽ ഒരു ശരീരവും ഇല്ല എന്നാണ് അതിനർത്ഥം വരിക. പിന്നെ വലമ്മ എന്നുള്ളത്, ലമ്മ എന്നുള്ളത് ബിമഅന ഇല്ല, ലമ്മ എന്നുള്ളത് പൊതുവെ അർത്ഥം അതിന് വരാറുള്ളത് ഇല്ല എന്ന അർത്ഥത്തിലാണ്. മലയാളത്തിൽ ഇല്ല എന്ന അർത്ഥത്തിലാണ് അതിന് അർത്ഥം വരാറുള്ളത്. ഇവിടെ വന്നിട്ടുള്ളത് ഒഴികെ, അഥവാ അറബിയിൽ ഇല്ല എന്ന അർത്ഥമാണ് അതിനുള്ളത്. അറബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് ഒഴികെ എന്ന അർത്ഥമാണുള്ളത്. അപ്പൊ മൊത്തത്തിൽ ആ ആയത്തിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, മാ കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ ഹാഫിദുൻ മിനല്ലാഹ്, ഏതൊരു ശരീരമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു നഫ്സാണെങ്കിലും അള്ളാഹുവിൽ നിന്നും സംരക്ഷണം ഏർപ്പെടുത്തപ്പെടാത്തതായി കൊണ്ടില്ല എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിൽ നിന്നും സംരക്ഷകൻ ഇല്ലാത്തതായി ഒരു ശരീരവും ഇല്ല എന്നാണ് ആയത്തിന് മറ്റൊരു രീതിയിൽ നമുക്ക് അർത്ഥം പറയാൻ കഴിയുക. കഴിഞ്ഞ സൂറത്തുൽ ഇൻഫിതാറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് വ ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ എന്ന കാര്യം. അഥവാ തീർച്ചയായും നിങ്ങളുടെ മേൽ ചില ഹാഫിദീങ്ങളുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എഴുതി വെക്കുന്ന കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ നിങ്ങളുടെ മേലുണ്ട്, സംരക്ഷകരായിക്കൊണ്ട് അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരായിക്കൊണ്ട് അവർ എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉണ്ടായിരിക്കും. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ അറിയുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കിയതാണ്. അപ്പൊ അത്തരത്തിൽ ഹാഫിദീങ്ങളായിക്കൊണ്ടല്ലാതെ ഒരാളും ഭൂമിയിലില്ല, ഒരു മനുഷ്യനും അപ്രകാരം ഹാഫിദീങ്ങൾ ഏർപ്പെടുത്തപ്പെടാത്തവരായിക്കൊണ്ടില്ല എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. മനുഷ്യരിൽ നിന്നും സംഭവിച്ചു പോകുന്ന ഏത് പ്രവൃത്തിയായാലും സംസാരമായാലും എല്ലാം തന്നെ അത് കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അത് മനുഷ്യർക്ക് അനുകൂലമായിക്കൊണ്ടാണെങ്കിലും മനുഷ്യർക്ക് പ്രതികൂലമായിക്കൊണ്ടുള്ളതായാലും ശരി, അതെല്ലാം അവരുടെ മേൽ അവർ കൃത്യമായി ആ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വയജിദുഹു യൗമൽ ഖിയാമത്തി കിതാബൻ മൻശൂറ, അത് പരലോകത്ത് തുറന്നു വെക്കപ്പെട്ട ഗ്രന്ഥമായിക്കൊണ്ട് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം കൃത്യമായി ക്രമീകരിക്കുവാനും
ദീനിയായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.